Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next session of income tax planning and management. We are dealing with tax incentives given to amalgamation and demerger. So in the last class we have discussed with introduction relating to amalgamation, what is amalgamating company and what is amalgamated company and all. ഇതിൽ നമുക്ക് മൂന്ന് ആസ്പെക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ടാക്സ് ഇൻസെന്റീവ്സ് അവൈലബിൾ ടു അമാൽഗമേറ്റിംഗ് കമ്പനി, അമാൽഗമേറ്റഡ് കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി or shareholders of amalgamated company. Today we are going to discuss about the tax incentives to amalgamating company. So amalgamating company, if the amalgamating company is an Indian company ആണെന്നുണ്ടെങ്കിൽ there will be exemption from capital gain tax. നമ്മളൊരു പുതിയ കമ്പനി ആയിട്ട് നമ്മൾ അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അമാൽഗമേഷന് തൊട്ട് മുമ്പ് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ഗെറ്റ് എക്സംഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് ഇവിടെ പറയുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ STT, ഷോർട്ട് ടേം, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 10%, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 15%. Are you clear? Second one is tax concession to foreign company. No tax liability for capital gain tax on the transfer of shares of an Indian company by a foreign company to another foreign company. ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ വാങ്ങി വേറൊരു ഇന്ത്യൻ കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ, അതൊരു ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അമാൽഗമേറ്റിംഗ് കമ്പനി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ there is no tax concession is given on terms of capital gain tax. അപ്പോൾ ഇന്ത്യൻ കമ്പനിക്കും കിട്ടും, ഫോറിൻ കമ്പനിക്കും കിട്ടും. അപ്പം അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ആണ് ഫോറിൻ കമ്പനി അമാൽഗമേഷൻ പ്രോസസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുണ്ടെങ്കിലും, അതായത് അമാൽഗമേറ്റിംഗ് കമ്പനി ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് കമ്പനിയുടെ ആയിരിക്കണം? ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്താൽ അമാൽഗമേറ്റിംഗ് കമ്പനി ഒരു ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ they will also claim exemption for capital gain tax. ഞാൻ പറഞ്ഞ പോലെ security transaction tax. Are you clear? First one is in the case of an Indian, if the amalgamating company is an Indian company. Second case, of course, the amalgamating company is a foreign company, but they are transferring the shares of an Indian company. ഇനി രണ്ട് കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 20% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് റിമെയിൻസ് ദ സെയിം ആസ് ദി ഓഫ് ദി അമാൽഗമേറ്റിംഗ് കമ്പനി. അതായത് അമാൽഗമേഷന് ശേഷവും ഈ ഷെയർ ഹോൾഡേഴ്സ് 25% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് അവിടെ തന്നെ റിമെയിൻ ചെയ്തിരിക്കണം. ഇനി ഡസ് നോട്ട് അട്രാക്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻ ദ കൺട്രി ഇൻ വിച്ച് അമാൽഗമേറ്റിംഗ് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. അവിടെ അവർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അട്രാക്ട്, അതായത് അട്രാക്ട് ചെയ്യരുതെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ട്രാൻസാക്ഷനിൽ ഏർപ്പെടരുത്. ഓക്കെ, then exemptions given for tax liability on transfer of license to operate telecommunication service etc. അതായത് അമാൽഗമേറ്റിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, whether it becomes a foreign amalgamated company or an Indian amalgamated company, അതൊരു അമാൽഗമേറ്റിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ there is exemption on capital or tax liability on the transfer of license to operate telecommunication service. അവരുടെ മെയിൻ ബിസിനസ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം അതിൻ്റെ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ they will surely get exemption from tax liability if the amalgamating company is an Indian company. അതാണ് പോയിന്റ്. അപ്പോൾ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള അമാൽഗമേറ്റിംഗ് കമ്പനിക്കാണ് ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ. ലാസ്റ്റ് കേസിൽ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, ഇസ് ഡിഡക്റ്റബിൾ. In the case of amalgamation, if the plant and machinery is transferred, the cost incurred for transferring the plant and machinery is deductible as expenses. So these are the points which is related to amalgamating company. That means the discontinuing company. So that's all about today's session. This is Asha SP signing off from Bosco Campus Vision.